ആദ്യം ഞാൻ പുരുഷനേരൂരിലേക്കാണ് പോകുന്നത്. പുരുഷനേരൂർ ഇപ്പോൾ ഇവിടുത്തെ പരിസ്ഥിതി പ്രശ്നങ്ങളുടെ തുടക്കം മുതൽ അറിയാവുന്ന വ്യക്തിയാണ് താങ്കൾ. ആ തുടക്കം മുതൽ തന്നെ ഈ വിഷയങ്ങൾ ഇടപെടുകയും എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകുന്ന പ്രതീക്ഷയും വെച്ച് പുലർത്തിയ ആളാണ്. വർഷങ്ങൾക്കിപ്പുറം അതേ പരാതികൾ അതേ അവസ്ഥയിൽ എല്ലാ വർഷവും ആവർത്തിക്കുമ്പോൾ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എനിക്കിതിനകത്ത് അധികാരികൾ തുടരുന്ന ഒരു അനാസ്ഥയുണ്ട്. അതിനെ രണ്ട് രീതിയിൽ നമുക്ക് നിർവചിക്കാൻ പറ്റും. ഒന്ന്, മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്ന് പറയുന്ന സംവിധാനം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിസ്ഥിതി വകുപ്പിന് കീഴിലാണ്. പരിസ്ഥിതി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയുമാണ്. ഇതിനകത്ത് വരുന്ന വലിയ രീതിയിലുള്ളൊരു പൊളിറ്റിക്കൽ പ്രഷറുണ്ട്. ഈ പ്രഷറാണ് പലപ്പോഴും മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരെ അവരുടെ ഡ്യൂട്ടി ചെയ്യലിൽ നിന്നും തടസ്സപ്പെടുത്തുന്നൊരു പ്രധാന ഘടകം. അപ്പോൾ മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്നുള്ള സംവിധാനമാണ് ഇവിടുത്തെ വായു ജല മലിനീകരണ നിയന്ത്രണ നിയമങ്ങൾ നടപ്പാക്കാനായിട്ട് നിയോഗിക്കപ്പെട്ട ഏജൻസി. ഏലൂരും എടയാറുമായിട്ട് 286 കമ്പനികളുണ്ട്. അതിനകത്ത് 106 റെഡ് കാറ്റഗറി വ്യവസായങ്ങളാണ്. അതിൽ 2 ഡസൻ വ്യവസായങ്ങളാണ് പെരിയാറിനെ മാരകമായിട്ട് മലിനീകരിക്കാൻ ശേഷിയുള്ളത്. അതായത് 24 ആകെ 46 ഇത്തരം വ്യവസായങ്ങളുടെ 24 പെരിയാറിനെ മാരകമായിട്ട് മലിനീകരിക്കാൻ ശേഷിയുള്ളത്. അപ്പോൾ ഈ 24 വ്യവസായങ്ങളെ കൃത്യമായിട്ട് നിരീക്ഷിക്കാനും പരിശോധിക്കാനും ഈ കൺസെൻറ്റ് കൊടുത്തിരിക്കുന്ന അനുമതി പത്രത്തിൽ പറഞ്ഞ പ്രകാരമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടൊന്ന് പരിശോധിച്ചാൽ മലിനീകരണ നിയന്ത്രണ പരിശോധിക്കാൻ തയ്യാറായാൽ തന്നെ ഈ മലിനീകരണ പ്രശ്നം ഒഴിവാക്കാൻ കഴിയുമെന്നുള്ളതാണ്. മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്തുകൊണ്ട് പരിശോധിക്കുന്നില്ല? ഒരു വർഷത്തെയും 2 വർഷത്തെയും കാര്യമല്ലല്ലോ, വർഷങ്ങളായുള്ള രീതിയാണ്. അതെ, ഇതിപ്പോൾ നമ്മളിപ്പോൾ പരിശോധിക്കാൻ പറയുമ്പോൾ ഇന്നലെ നമ്മൾ വലിയ ഒച്ചപ്പാടിനൊടുവിൽ നമ്മൾ 4 കമ്പനികളുടെ പേര് പറഞ്ഞു. ഈ മിനിയാന്നത്തെ മത്സ്യക്കുരുതി 20-ാം തീയതി മത്സ്യക്കുരുതിക്ക് കാരണക്കാരായി എന്ന് നമ്മൾക്ക് ഉറച്ച ബോധ്യമുള്ള 4 കമ്പനികളുടെ പേര് പറഞ്ഞു. ഇന്നലെ അവർ പോയത് ഈ 4 കമ്പനിയിലല്ല, FACTയും IRAയും കയറി, പിന്നെ ഈ കമ്പനിയിലും അലയൻസ് മറൈൻ പ്രൊഡക്റ്റ് അവിടെ കയറി നമ്മൾ പറഞ്ഞതെല്ലാം വ്യക്തമാണെന്ന് കണ്ടെത്തി അതിന് ക്ലോഷർ ഓർഡർ കൊടുത്തു. മറ്റ് 3 കമ്പനികളിൽ പോയിട്ടില്ലെന്ന് ഞാൻ ഇന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് മഴയായത് കാരണം. മഴ ഈ ഡ്യൂട്ടിക്ക് ഒരു തടസ്സമേ അല്ല, പക്ഷെ പോകാത്തതിൻ്റെ പിന്നിൽ അങ്ങേയറ്റം അഴിമതി നിറഞ്ഞ ഈ സംവിധാനത്തിൽ ജീവിക്കാൻ ഇവരെല്ലാവരും ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഇതാണ് ജീവിത പ്രശ്നം കൊണ്ടാണ് ഇപ്പുറത്ത് ആളുകൾ കഷ്ടപ്പെടുന്നത്. അവരുടെ വലിയ കോടിക്കണക്കിന് കൃഷിയുടെ മത്സ്യം നശിച്ചിരിക്കുന്നു. അപ്പോൾ ആ വിഷയം പറയുമ്പോൾ മഴയാണ് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് അത്രയ്ക്ക് നിസ്സംഗമായിട്ടുള്ള പ്രതികരണം. അത്തരം നിസ്സംഗരാണെന്ന് മാത്രമല്ല, ഇവരുടെ സ്വഭാവം തന്നെ ഇത്തരമൊരു മലിനീകരണം ഉള്ളൊരു പ്രദേശത്ത് നമ്മൾ 2004 ഇവിടെ ഒരു സർവൈലൻസ് സെൻറ്റർ സെറ്റപ്പ് ചെയ്യുന്നത്. അതായത് 24 മണിക്കൂറും പ്രവർത്തിക്കാൻ ശേഷിയുള്ളൊരു സർവൈലൻസ് സെൻ്ററാണ് നമ്മൾ അവിടെ സെറ്റപ്പ് ചെയ്തത്. 24 മണിക്കൂർ പോയിട്ട് 8 മണിക്കൂർ പോലും അവർ വൃത്തിയായിട്ട് ഈ സർവൈലൻസ് ചെയ്യുന്നില്ല എന്നതുകൊണ്ടാണ്. ഉദാഹരണത്തിന് ഇവർ പരിശോധിക്കാൻ പറയുന്നു, ഒരു റിപ്പോർട്ട്, ഒരു വെള്ളം എടുക്കാൻ പറയുന്നു, സെഡിമെൻ്റ് എടുക്കാൻ പറയുന്നു. ഇവരെല്ലാം തന്നെ അത് വന്നിട്ടൊരു ബക്കറ്റിനെ മുക്കുന്നത്. ഇതിനെല്ലാം ഒരു സയൻറ്റിഫിക് പ്രോട്ടോക്കോൾ ഉണ്ട്. ഈ പ്രോട്ടോക്കോൾ ഒന്നും അവർ പിന്തുടരാറില്ല. നമ്മൾ പറയുമ്പോൾ നമ്മളെ കാണിക്കാൻ, നാട്ടുകാരെ കാണിക്കാൻ ബക്കറ്റിന് നമ്മുടെ പാലത്തിന് മുകളിൽ നിന്ന് ബക്കറ്റിട്ട് മുക്കി ഒരു ബക്കറ്റ് വെള്ളം എടുക്കുന്നു, അതിൽ നിന്ന് ഒരു ജഗ്ഗിലേക്ക് മാറ്റും, ജഗ്ഗിന് പരിശോധിക്കുന്നു, പരിശോധന റിപ്പോർട്ട് കിട്ടിയോ, കളക്ടർ ചോദിച്ചാലും പറയും പരിശോധന റിപ്പോർട്ടുണ്ട്. എന്നിട്ട് കളക്ടറോട് അവർ ഇന്നലെ മിനിയാന്ന് പറഞ്ഞത് എന്താ, ഇതേ വേഗമായിട്ടുള്ള ഒരു ഐഡിയ പറഞ്ഞു. അതായത് ഉപ്പ് വെള്ളവും നല്ല വെള്ളവും ചേർന്ന് കഴിഞ്ഞപ്പോൾ ബണ്ടിന് മുകളിലുള്ള നല്ല വെള്ളം ബണ്ടിന് താഴെയുള്ള ഉപ്പുവെള്ളത്തിൽ കലർന്നപ്പോൾ ഓക്സിജൻ ഡിപ്ലീറ്റ് ചെയ്തു, മീനുകൾ ചാകാനിടയായി എന്നാണ്. അതെ, ഓക്സിജൻ കിട്ടാതെ മരിച്ചു എന്നുള്ളതാണ് പറയുന്നത്.